ചർച്ച് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സിഡ്നിയിൽ ജൂത സമൂഹത്തിനെതിരെ നടന്ന ഭീകരാക്രമണത്തിൽ ഇരകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ലിയോ 14 പാപ്പ. ജൂതവിരുദ്ധ അക്രമങ്ങൾ അവസാനിപ്പിക്കുക, ഹൃദയങ്ങളിൽ നിന്ന് വെറുപ്പ് ഇല്ലാതാകട്ടെയെന്ന് പാപ്പ ലോകത്തോട് ആഹ്വാനം ചെയ്തു. സിഡ്നിയിലെ പ്രശസ്തമായ ബോണ്ടി ബീച്ചിൽ ഹനുക്ക ആഘോഷത്തിനായി ഒത്തുകൂടിയ ജനക്കൂട്ടത്തിന് നേരെ നടന്ന വെടിവെപ്പിൽ 15-ലധികം പേർ കൊല്ലപ്പെടുകയും ഡസൻ കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. കൂടിക്കാഴ്ചയ്ക്കിടെ യുദ്ധത്തിലും അക്രമത്തിലും ദുരിതമനുഭവിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുവാനും പാപ്പ ആഹ്വാനം ചെയ്തു. ഭാരതത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മതപരിവർത്തന നിരോധന നിയമങ്ങളും അതിലെ വകുപ്പുകളുടെ ദുരുപയോഗങ്ങളും ഭരണഘടനാ വിരുദ്ധമാണെന്ന് സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ വിലയിരുത്തി. ഉത്തർപ്രദേശിലെ സുൽത്താൻപൂർ ജില്ലാ പരിധിയിൽ പോലീസ് ഏതാനും ക്രൈസ്തവ വിശ്വാസികൾക്ക് നേരെ നിർബന്ധിത മതപരിവർത്തന കുറ്റം ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്തത് അവർ ബൈബിൾ കൈവശം വെച്ചെന്നും വിതരണം ചെയ്തെന്നും മറ്റും ആരോപിച്ചായിരുന്നു. ബൈബിൾ കയ്യിൽ സൂക്ഷിച്ചതോ വിതരണം ചെയ്തതോ പ്രാർത്ഥനാ സമ്മേളനത്തിൽ പങ്കുചേർന്നതോ നിർബന്ധിത മതപരിവർത്തനത്തിന്റെ തെളിവായി കണക്കാക്കാനാകില്ലെന്ന് ഹൈക്കോടതി നിരീക്ഷിച്ചു. ഭാരതത്തിന്റെ ഭരണഘടന ഉറപ്പു നൽകുന്ന മതസ്വാതന്ത്ര്യവും ന്യൂനപക്ഷ അവകാശങ്ങളും കാത്തു സംരക്ഷിക്കുവാൻ ഭരണകൂടങ്ങൾ പ്രതിജ്ഞാബദ്ധമാകണമെന്നും നീതിപീഠങ്ങൾ ഇക്കാര്യത്തിൽ നിരന്തര ജാഗ്രത പുലർത്തണമെന്നും ഇതിന് സഹായകരമായ കോടതി വിധികൾ സ്വാഗതാർഹമാണെന്നും സിറോ മലബാർ പബ്ലിക് അഫയേഴ്സ് കമ്മീഷൻ പ്രസ്താവിച്ചു. വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെയും തിരുശേഷിപ്പുകൾ വത്തിക്കാനിൽ നിന്നും കേരളത്തിലേക്ക്. യുവാക്കളുടെയും യുവതികളുടെയും വിശുദ്ധരായ വിശുദ്ധ കൊച്ചു ത്രേസ്യയുടെയും വിശുദ്ധ കാർലോ അക്വിറ്റസിന്റെയും പവിത്രമായ തിരുശേഷിപ്പുകൾ ചങ്ങനാശ്ശേരി അതിരൂപതയുടെ കീഴിലുള്ള കുട്ടനാട്ടിലുള്ള സെന്റ് പോൾസ് ദേവാലയത്തിലാണ് എത്തിക്കുക. ജനുവരി ആദ്യവാരം കത്തോലിക്ക വിശ്വാസികൾക്ക് വണങ്ങുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമായി തിരുശേഷിപ്പ് വേഴപ്ര സെന്റ് പോൾസ് പള്ളിയിൽ സ്ഥാപിക്കും. പശ്ചിമ ബംഗാൾ ഗവർണറുടെ എക്സലൻസ് അവാർഡ് ഡൽഹി ചാവറ കൾച്ചറൽ സെന്റർ ഡയറക്ടർ ഫാദർ റോബി കണ്ണച്ചുറ CMIക്ക്. കൊൽക്കത്തയിലെ ലോക്ഭവനിൽ നടന്ന ക്രിസ്തുമസ് ആഘോഷ പരിപാടിയിൽ പശ്ചിമ ബംഗാൾ ഗവർണർ ഡോക്ടർ CV ആനന്ദബോസ് അവാർഡ് സമ്മാനിച്ചു. മതാന്തര സംവാദം, വിദ്യാഭ്യാസം, സമാധാനം, സാംസ്കാരികം എന്നീ മേഖലകളിൽ കഴിഞ്ഞ 25 വർഷത്തിലേറെയായി ഫാദർ റോബി നൽകി വരുന്ന സംഭാവനകൾ കണക്കിലെടുത്താണ് അവാർഡ്. 1 ലക്ഷം രൂപയും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് അവാർഡ്. കേരള കത്തോലിക്ക ബിഷപ്പ് കൗൺസിലിന്റെ ഡയലോഗ് ആൻഡ് എക്യുമെനിസം കമ്മീഷൻ സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ച ഫാദർ റോബി 2014 മുതൽ വേൾഡ് ഫെലോഷിപ്പ് ഓഫ് ഇന്റർ റിലീജിയസ് കൗൺസിലിന്റെ സെക്രട്ടറി ജനറലാണ്. ഐക്യരാഷ്ട്രസഭയുടെ NGO പ്രതിനിധി എന്ന നിലയിലും ആഗോളതലത്തിൽ മതാന്തര സംവാദത്തിൽ അദ്ദേഹം സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ഓസ്ട്രേലിയൻ നഗരമായ സിഡ്നിയിലെ ബോണ്ടി ബീച്ചിൽ നടന്ന ഹനുക്ക ആഘോഷത്തിൽ 15 പേരുടെ ജീവനെടുത്ത ഭീകരാക്രമണത്തിൽ ഓസ്ട്രേലിയയിലെ കത്തോലിക്ക സഭാ നേതൃത്വം ദുഃഖം പ്രകടിപ്പിച്ചു. ഹനുക്ക എന്ന യഹൂദ പെരുന്നാളിന്റെ ആഘോഷത്തിനിടെ ഇസ്ലാമിക തീവ്രവാദികൾ നടത്തിയ ആക്രമണം ഒരു കൊച്ചുകുട്ടി ഉൾപ്പെടെ കുറഞ്ഞത് 15 പേരുടെ മരണത്തിനും നിരവധി പേർക്ക് പരിക്കേൽക്കുന്നതിനും ഇടയാക്കിയത് സാധാരണ ഓസ്ട്രേലിയക്കാരെ ഭയപ്പെടുത്തുകയാണെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു. 2 വർഷത്തിലേറെയായി സിഡ്നിയിൽ യഹൂദ വിരുദ്ധതയുടെ അന്തരീക്ഷം വളർന്നു വന്നിട്ടുണ്ടെന്നും മനുഷ്യജീവനോടുള്ള ധിക്കാരപരവും നിർദ്ദയവുമായ അവഗണനയും യഹൂദരോടുള്ള വെറുപ്പും ഓരോരുത്തരും തള്ളിക്കളയേണ്ട തിന്മയാണെന്നും ആർച്ച് ബിഷപ്പ് ഫിഷർ മുന്നറിയിപ്പ് നൽകി. ഇതോടെ ചർച്ച് അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. നന്ദി.